Eternal Wedding Collections by Chungat Jewelry. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇതെവിടുന്നാ? MV Chacko Gold and Diamonds അങ്കമാലി. വിദ്യാർത്ഥികളുടെ സുരക്ഷ ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് കാലടി സംസ്കൃത സർവകലാശാലയിൽ പുതിയ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന് വൈസ് ചാൻസലർ ഡോക്ടർ കെ ഗീതാകുമാരി. സ്റ്റിക്കർ ഇല്ലാത്ത വാഹനങ്ങൾ കടത്തിവിടരുത് എന്ന് പറയുന്നത് സുരക്ഷിതത്വത്തിന്റെ ഭാഗമായിട്ടാണെന്നും വിദ്യാർത്ഥികൾ തന്ന പരാതിയുടെ പുറത്താണ് പുതിയ പരിഷ്കാരങ്ങൾ നടപ്പാക്കുന്നതെന്നും വൈസ് ചാൻസലർ പറഞ്ഞു. പോലീസും എക്സൈസിൻ്റെയും മീറ്റിംഗ് വിളിച്ചപ്പോൾ അവർ പറയുന്നത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ലഹരി വിറ്റഴിയുന്നത് കാലടിയുടെ ക്യാമ്പസിലാണെന്ന് പറഞ്ഞ് നമ്മൾ തടയണ്ടേ? അവിടെ നിയന്ത്രിക്കേണ്ടത് അനധികൃതമായി വാഹനങ്ങൾ തടയണ്ടേ? ക്യാമ്പസിൽ കയറാൻ സമ്മതിക്കാൻ പറ്റുമോ? ഇല്ല. ഞാൻ രാത്രി ചിലപ്പോൾ ഫ്ലൈറ്റ് ഇറങ്ങിയിട്ടൊക്കെ വരുമ്പോൾ ഒരുപാട് വാഹനങ്ങൾ അവിടെ ഇവിടെ നിർത്തിയിട്ടുണ്ടാവും. കാറുകൾ, നല്ല വില കൂടിയ കാറുകൾ ഇവിടെ പല പല വഴിയിലും നിർത്തിയിട്ടുണ്ടാവും. അപ്പം ഞാൻ ചോദിക്കും ഡ്രൈവറോട്, ഇത് ആരുടെ കാറുകളാണ്, ആരാണ് ഈ വരുന്നത്? സത്യം, ഞാൻ ഉള്ള കാര്യമാണ് പറഞ്ഞത്. അപ്പം എനിക്ക് അറിഞ്ഞുകൂടാ, അയാൾക്കും അറിഞ്ഞുകൂടാ, ഇവർക്കും അറിഞ്ഞുകൂടാ, ഗേറ്റിലുള്ള ആളുകൾക്ക് അറിഞ്ഞുകൂടാ. കാരണം ഇതിങ്ങനെ സ്ഥിരം വരുന്ന കുറേ വാഹനങ്ങളുണ്ട് എന്നോ, അല്ലെങ്കിൽ അതിലൊരു കുട്ടി ഉണ്ടായിരിക്കും ഈ യൂണിവേഴ്സിറ്റിയിലെ, അപ്പോൾ ആ കുട്ടിയെ കണ്ട് കടത്തിവിടലായിരിക്കാം. അപ്പോൾ അങ്ങനെയുള്ള വാഹനങ്ങൾ, സ്റ്റിക്കർ ഇല്ലാത്ത വാഹനങ്ങൾ കടത്തിവിടരുതെന്ന് പറയുന്നത് ഒരു സുരക്ഷത്തിൻ്റെ ഭാഗമല്ല, അല്ലാതെ ആരെയും ഉപദ്രവിക്കണം എന്നല്ലല്ലോ അതിൽ ഉദ്ദേശം. ഇവിടെ നമ്മളൊരു കുട്ടികളുടെ ഒരു കംപ്ലയിൻറ്റ് വരുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ളൊരു ആലോചന. ഞാൻ വന്ന് ചാർജ് എടുത്തിട്ട് 1 കൊല്ലമാവുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലൊരു ചിന്ത ആരംഭിക്കുന്നത്, ഒരു സുരക്ഷ ഉറപ്പുവരുത്തുക എന്നുള്ളത്. അപരിചിതരായ ആളുകൾ ക്യാമ്പസിൽ രാത്രി കാലങ്ങളിൽ കടന്നു കയറുന്നു, കുട്ടികളെ ഭീഷണിപ്പെടുത്തുന്നു, കുട്ടികൾക്ക് നേരെ കത്തി വീശുന്നു എന്നൊക്കെയുള്ള, കത്തിയെടുത്ത് കുത്താൻ വീശുന്നു എന്നൊക്കെയുള്ള തരത്തിലുള്ള കംപ്ലയിൻറ്റുകൾ കിട്ടുകയുണ്ടായി. കുട്ടികൾ തന്നെയാണ്, SFI കുട്ടികൾ പറഞ്ഞ ഈ കംപ്ലയിൻറ്റ് ചുവട് പിടിച്ചുകൊണ്ടാണ് ഇതിന് എന്ത് മാറ്റം നമ്മൾ വരുത്തിയാലാണ് ഇത്തരത്തിലാവുക എന്നുള്ളൊരു ചിന്ത വരുന്നത്. ഹോസ്റ്റലിലെ ഒരു അനധികൃതമായ ആളുകൾ താമസിക്കുന്നുണ്ട് എന്നൊക്കെ ഉള്ള പ്രശ്നങ്ങൾ വരുന്നു, അതൊക്കെ കേൾക്കുന്നു. ഇതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഹോസ്റ്റലിൻ്റെ ഒരു സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് ഒരു ഉപസമിതിയെ അഡ്വക്കേറ്റ് KS അരുൺകുമാറിൻ്റെ അധ്യക്ഷതയിൽ നമ്മൾ ഏൽപ്പിക്കുന്നത്. വിദ്യാർത്ഥികളുടെ സുരക്ഷ ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് കാലടി സംസ്കൃത സർവകലാശാലയിൽ പുതിയ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന് വൈസ് ചാൻസലർ ഡോക്ടർ കെ ഗീതാകുമാരി. സ്റ്റിക്കർ ഇല്ലാത്ത വാഹനങ്ങൾ കടത്തിവിടരുത് എന്ന് പറയുന്നത് സുരക്ഷിതത്വത്തിന്റെ ഭാഗമായിട്ടാണെന്നും വിദ്യാർത്ഥികൾ തന്ന പരാതിയുടെ പുറത്താണ് പുതിയ പരിഷ്കാരങ്ങൾ നടപ്പാക്കുന്നതെന്നും വൈസ് ചാൻസലർ കൂട്ടിച്ചേർത്തു. സർവകലാശാലയുടെ മുഖ്യ കവാടം കൃത്യം രാത്രി 11-ന് അടയ്ക്കുകയും ചെയ്യും. സർവകലാശാലയുമായി യാതൊരു ബന്ധമില്ലാത്ത നിരവധി പേർ ക്യാമ്പസിലെ വിവിധ ഹോസ്റ്റലുകളിൽ അനധികൃത താമസം നടത്തുന്നുവെന്ന പരാതിയും ലഭിച്ചതായി പറയുന്നു. ഇപ്പോൾ 9 മണി കഴിഞ്ഞ് പുറത്ത് പോകേണ്ട ഒരാൾക്ക് മേട്ടറിൻ്റെ സമ്മതത്തോടു കൂടി പോകാവുന്നതാണ്. ഇതിലൊന്നൊരു വിഷയം വരുന്നില്ല. അതുപോലെ പുറത്തേക്ക് പോകാനും വരാനൊക്കെ ഗേറ്റിൽ നമ്മുടെ ഐഡൻറ്റിറ്റി കാർഡ് കാണിച്ചാൽ മതിയാവും. പക്ഷേ 11 മണിക്ക് ഗേറ്റ് പൂട്ടുക എന്നുള്ളത് യൂണിവേഴ്സിറ്റിയുടെ സുരക്ഷയെ മുൻനിർത്തിയാണ്. അനധികൃതമായി പുറത്തുള്ള ആളുകൾ യൂണിവേഴ്സിറ്റിയിൽ കയറാൻ പാടില്ല എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിച്ചത്. ക്യാമ്പസിൽ ആവശ്യമുള്ള ഡിപ്പാർട്ട്മെൻറ്റുകൾ മാറ്റി ബാക്കിയുള്ളതെല്ലാം കൃത്യമായി പൂട്ടണം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ഇത്തരത്തിൽ സാമൂഹ്യ വിരുദ്ധരായിട്ടുള്ള ആളുകൾ വരുന്നുണ്ടെങ്കിൽ നമുക്കതിനെ നമ്മുടെ സുരക്ഷിതം വരുത്തുക എന്നുള്ളത് തന്നെയാണ് ഉദ്ദേശം. കഴിഞ്ഞ കുറച്ച് 5-6 മാസം മുമ്പാണ് ഈ അലുമിനിയത്തിൻ്റെ ഒരു വരി 30-40ഓളം ജനലുകൾ ആരോ അഴിച്ചു കൊണ്ടുപോയത് യൂണിവേഴ്സിറ്റിയുടെ അപ്പോൾ ആ ഭാഗത്ത് ജനലില്ല. നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. അപ്പോൾ അത്തരത്തിലുള്ള മോഷണങ്ങളും നടക്കുന്നുണ്ട് ഇവിടെ. കുട്ടികളെ, ഗവേഷണ കുതുകുകളായ കുട്ടികളെ അത്തരത്തിൽ അവരെ പ്രാപ്തരാക്കുക, ക്യാമ്പസ് തീർത്തും ലഹരി വിമുക്തമാക്കുക, അനധികൃതമായിട്ടുള്ള ആളുകളുടെ കടന്നുകയറ്റം ഇല്ലാതാക്കി കുട്ടികളുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുക. ഈ ഒരു 3 കാര്യങ്ങളാണ് ഞാൻ ഫോക്കസ് ചെയ്തിട്ടുള്ളത്. കുട്ടികളെ സംരക്ഷിച്ച് അവരെ നല്ല ഉത്തമ പൗരന്മാരായിട്ട്, സമൂഹത്തിന് ഉതകുന്ന പൗരന്മാരായി വളർത്തിയെടുക്കുക, അല്ലെങ്കിൽ അവരങ്ങനെ അത്തരത്തിൽ മാറ്റിയെടുക്കുക എന്നുള്ളത് തന്നെയാണ് ലക്ഷ്യം. അവർക്ക് വേണ്ട മെൻ്റൽ സപ്പോർട്ടും അതുപോലെ തന്നെ അവർക്ക് വേണ്ട എല്ലാ തരത്തിലുള്ള സപ്പോർട്ടും നൽകിക്കൊണ്ട് അവരെ സംരക്ഷിക്കുക എന്നുള്ളത് തന്നെയാണ് യൂണിവേഴ്സിറ്റിയുടെ പ്രാഥമികവും എക്കാലത്തെയും ലക്ഷ്യം. ഒരു ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ ഒരു ഹബ്ബാക്കി മാറ്റുക എന്നുള്ളത് തന്നെയാണ് കാലടി യൂണിവേഴ്സിറ്റി. അതിനു വേണ്ടിയിട്ടാണ് കാലടി യൂണിവേഴ്സിറ്റിയിലെ സിൻഡിക്കേറ്റും ഭരണ വിഭാഗവും എല്ലാം പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. പഠനത്തിനൊപ്പം പാർട്ട് ടൈമായി ജോലി ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് സ്ഥാപന ഉടമയുടെയും വകുപ്പ് തലവന്റെയും സർട്ടിഫിക്കറ്റിന്റെ അടിസ്ഥാനത്തിൽ ഹോസ്റ്റൽ പ്രവേശനത്തിൽ ഇളവ് അനുവദിക്കും. ഇത്തരത്തിൽ പാർട്ട് ടൈം ജോലി ചെയ്യുന്ന കുട്ടികളുടെ രജിസ്റ്റർ സർവകലാശാലയിൽ സൂക്ഷിക്കുമെന്നും വൈസ് ചാൻസലർ കൂട്ടിച്ചേർത്തു. അങ്കമാലിയുടെ ഹൃദയഭാഗത്ത് 100-ൽ പരം പ്രമുഖ ബ്രാൻഡുകളുടെ ഏറ്റവും വലിയ ഫാമിലി ഇന്നർവെയർ ഷോറൂം സിവ ഇന്നർ വേൾഡ്, CVR ട്രേഡ് സെന്റർ, ബിഹൈൻഡ് ചുങ്കത് ജ്വല്ലറി, അങ്കമാലി.